1997 ഒക്ടോബർ 16 ചെന്നൈയിലെ MGR ഫിലിം സിറ്റിയിൽ ഇന്ത്യ അതുവരെ കാണാത്തൊരു സംഭവത്തിന്, ഒരു മഹാസംഭവത്തിന് സാക്ഷിയാകുക. വേദിയിൽ സാക്ഷാൽ എലിസബത്ത് രാജ്ഞി, അവർക്ക് സമീപം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന M കരുണാനിധിയും നടികർ തിലകം ശിവാജി ഗണേശനും. ഇവർക്ക് നടുവിൽ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവുമായി ഉലകനായകൻ കമൽഹാസൻ. മരുതനായകം എന്ന ചരിത്ര സിനിമയുടെ പൂജയായിരുന്നത്. രാജ്ഞി ക്ലാപ്പടിച്ചുകൊണ്ട് ആ സിനിമയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ അതൊരു സാധാരണ സിനിമയുടെ തുടക്കമായിരുന്നില്ല. അത് ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉദിക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. അന്ന് ആ സിനിമയ്ക്കായി കണക്കാക്കുന്ന ബജറ്റ് ഏകദേശം 80 മുതൽ 85 കോടി രൂപ വരെയായിരുന്നു. അതായത് ഇന്നത്തെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കിയത് ഏകദേശം 600 കോടി രൂപയിലേക്ക് അധികം വരുമെന്ന് പലരും പറയുന്നു. ഒരുപക്ഷെ ഇന്ത്യ അന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ ബജറ്റായിരുന്നു അത്. കമൽഹാസൻ എന്ന നടൻ സംവിധായകന്റെ കുപ്പായം കൂടി അണിയുന്ന ചിത്രം. അദ്ദേഹത്തിന് തന്നെ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആയിരുന്നു സിനിമ നിർമ്മിച്ചിരുന്നത്. സംഗീതത്തിന് ഇളയരാജ, ക്യാമറയ്ക്ക് രവി കെ ചന്ദ്രൻ, ഒപ്പം കന്നഡ സൂപ്പർ സ്റ്റാർ വിഷ്ണുവർദ്ധൻ, നാസർ, അമരീഷ് പുരി തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ മികച്ച താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ഒന്നിക്കുന്ന ഒരു അത്ഭുത പ്രോജക്റ്റ്. രാജ്ഞിയെ കാണിക്കാനായി മാത്രം ചിത്രീകരിച്ച ആ ടെസ്റ്റ് ഫൂട്ടേജിന് മാത്രം ഏകദേശം 1.5 കോടി രൂപയോളം ചെലവായി എന്ന് പറയപ്പെടുന്നു. കമൽഹാസന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും വ്യക്തമായിരുന്നു. പക്ഷെ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. എന്തുകൊണ്ടാണ് കമൽഹാസൻ എന്ന അതുല്യ പ്രതിഭ തന്റെ സമ്പാദ്യം മുഴുവൻ മുടക്കി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്? അതിന് നമ്മൾ ചരിത്രത്തിലേക്ക്, 18ാം നൂറ്റാണ്ടിലേക്ക് യാത്ര ചെയ്യണം. ആരായിരുന്നു യഥാർത്ഥ മരുതനായകൻ? ചരിത്ര രേഖകൾ പ്രകാരം ഏകദേശം 1725 ഇന്നത്തെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിനടുത്തുള്ള പനയൂർ എന്ന ഗ്രാമത്തിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് മരുതനായകം പിള്ള. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന പേര് സ്വീകരിച്ചു. ചെറുപ്പത്തിൽ തന്നെ യുദ്ധതന്ത്രങ്ങളിലും ഭരണകാര്യങ്ങളിലും അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച യൂസഫ് ഖാൻ പതിയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ ചേർന്നു. തന്റെ ധീരതയും ബുദ്ധിവൈഭവം കൊണ്ട് അയാൾ പടിപടിയായി ഉയർന്നു. ഒടുവിൽ മധുരയുടെ ഗവർണർ വരെയായി. എന്നാൽ അധികാരം കൈവന്നപ്പോൾ യൂസഫ് ഖാൻ ബ്രിട്ടീഷുകാരുടെ പാവയായിരിക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ സ്വന്തമായി ഒരു സൈന്യത്തെ രൂപീകരിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തി. ബ്രിട്ടീഷുകാർ നൽകേണ്ട നികുതി നൽകാതെ സ്വന്തം കൊടി ഉയർത്തി. ഇത് ബ്രിട്ടീഷുകാരെ ചൂടിപ്പിച്ചു. അവർക്കെതിരെ തിരിഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളായി യൂസഫ് ഖാൻ മാറി. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കൂടെ ഉണ്ടായിരുന്നവരുടെ ചതി കാരണം 1766 ഒക്ടോബറിൽ യൂസഫ് ഖാൻ ബ്രിട്ടീഷുകാരുടെ പിടിയിലായി. ഒടുവിൽ മധുരയെ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഹിന്ദുവായി ജനിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു പോർച്ചുഗീസ് ക്രിസ്ത്യൻ യുവതിയെ വിവാഹം കഴിച്ചതായി പറയപ്പെടുന്ന ബ്രിട്ടീഷുകാരുടെ മിത്രവും പിന്നീട് ശത്രുവുമായി മാറിയ, ചരിത്രകാരന്മാർക്കിടയിൽ വീരനായും വില്ലനായും പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സങ്കീർണമായ ഒരു വ്യക്തിത്വമാണ് യൂസഫ് ഖാൻ്റേത്. ഈ സങ്കീർണതയാണ് കമൽഹാസനെ ആകർഷിച്ചത്. ഈ കഥ ലോകത്തോട് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു. എല്ലാം തികഞ്ഞ ഒരു തുടക്കമായിരുന്നു. ലോകം ഉറ്റുനോക്കിയ ലോഞ്ചിങ്. എന്നിട്ടും എവിടെയാണ് മരുതനായകത്തിന് കാലിടറിയത്? അതിന് ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. പണം, രാഷ്ട്രീയം, വിവാദങ്ങൾ. ഒന്നാമത്തെ വില്ലൻ പണമാണ്. ഒരു സിനിമയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു മരുതനായകത്തിന്റെ ബജറ്റ്. സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കും തോറും ചിലവ് പ്രതീക്ഷിച്ചതിന് മുകളിലേക്ക് കുതിച്ചു. ഈ വലിയ തുക കണ്ടെത്താൻ ഇന്ത്യൻ നിർമ്മാതാക്കൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് പ്രൊഡക്ഷൻ കമ്പനിയുമായി ചേർന്നായിരുന്നു കമൽഹാസൻ ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോയത്. സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഈ പങ്കാളിത്തം ഒരു നിർണായകമായ കൂട്ടായ്മയായിരുന്നു. പക്ഷെ ആ കൂട്ടുകെട്ടിന്റെ അടിത്തറ ഇളകാൻ അധികകാലം വേണ്ടി വന്നില്ല. രണ്ടാമത്തെ വില്ലൻ രാഷ്ട്രീയമാണ്. 1998 മെയ് മാസം ഇന്ത്യയുടെ ചരിത്രത്തിലെയും ലോക ചരിത്രത്തിലെയും നിർണായകമായ ഒരു മാസമായിരുന്നു അത്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണത്തിൽ ഇന്ത്യ രാജസ്ഥാനിലെ പൊഖ്രാനിൽ രണ്ടാമതും അണുബോംബ് പരീക്ഷണം നടത്തി. ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ അറിയപ്പെട്ട ഈ പരീക്ഷണം ഇന്ത്യയെ ഒരു ആണവ ശക്തിയായി പ്രഖ്യാപിച്ചെങ്കിലും അത് വലിയ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ ഉപരോധം ഉണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മരുതനായകത്തിന് വലിയ തിരിച്ചടിയായി. ഇന്ത്യയുമായുള്ള സഹകരണങ്ങളിൽ നിന്ന് പല വിദേശ കമ്പനികളും പിന്മാറാൻ തുടങ്ങി. അതിന്റെ പ്രധാന ഇരകളിൽ ഒന്നായി മാറി മരുതനായകം എന്ന സിനിമ. സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന ബ്രിട്ടീഷ് കമ്പനി ഈ സാഹചര്യത്തിൽ പ്രൊജക്റ്റിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി. അതോടെ സിനിമയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് ഒറ്റയടിക്ക് നിലച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരേണ്ടിയിരുന്ന ബാക്കി ഫണ്ടിങ്ങിന്റെ വഴികളും ആ അണുബോംബ് സ്ഫോടനത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളിൽ അടഞ്ഞുപോയി. മൂന്നാമത്തെ വില്ലൻ വിവാദങ്ങളാണ്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികൾക്ക് പുറമെ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചില ആശങ്കകളും മരുതനായകത്തെ വേട്ടയാടി. യൂസഫ് ഖാന്റെ ജീവിതം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മതപരിവർത്തനവും ബ്രിട്ടീഷുകാരുമായുള്ള സങ്കീർണമായ ബന്ധവും ഒരു ചരിത്ര സിനിമയാക്കുമ്പോൾ അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചേക്കാം എന്നൊരു ഭയം നിലനിന്നിരുന്നു. ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നോ ഉള്ള ആരോപണം
ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അത് സിനിമയുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. കോടികൾ മുടക്കുന്ന ഒരു പ്രൊജക്റ്റിൽ ഇത്തരമൊരു റിസ്ക് എടുക്കാൻ പുതിയ നിർമ്മാതാക്കൾ ആരും തയ്യാറായില്ല. അങ്ങനെ പണമില്ലാതെ രാഷ്ട്രീയ സാഹചര്യങ്ങളെതിരായി വിവാദങ്ങളുടെ നിഴലിൽ ആ ബ്രഹ്മാണ്ഡ സ്വപ്നം പാതി വഴിയിൽ നിലച്ചു. മരുതനായകം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് നഷ്ടമായത് ഒരു സാധാരണ സിനിമയല്ല. യൂട്യൂബിൽ നിന്നും അതിൻ്റെ ലഭ്യമായ അതിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ടെസ്റ്റ് ഫൂട്ടേജ് മാത്രം കണ്ടാൽ മതി ആ നഷ്ടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ദൃശ്യ മികവ്, ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ അണിനിരത്തിയുള്ള യുദ്ധരംഗങ്ങൾ, കമൽഹാസൻ എന്ന നടൻ്റെയും സംവിധായകൻ്റെയും അടങ്ങാത്ത അഭിനിവേശം എല്ലാം ഏതാനും മിനിറ്റുകളിൽ വ്യക്തമാണ്. പാൻ ഇന്ത്യൻ സിനിമ എന്ന വാക്ക് പ്രചാരത്തിലാകുന്നതിനും ബാഹുബലി പോലുള്ള സിനിമകൾ വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ നടത്തിയ ഒരു ശ്രമമായിരുന്നു മരുതനായകം. ഒരു തമിഴ് സിനിമ എന്നതിലുപരി ഇന്ത്യയൊട്ടാകെയും ലോകമൊട്ടാകെയും റിലീസ് ചെയ്യാൻ പദ്ധതിയിട്ട ഒരു ഗ്ലോബൽ പ്രൊജക്റ്റായിരുന്നു ഈ സിനിമ. ഒരുപക്ഷെ അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചേനെ. സാങ്കേതിക വിദ്യയിലും കഥ പറച്ചിലും പുതിയൊരു പാത കാണാൻ പറ്റുമായിരുന്നു. ആ നഷ്ടം ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ മാറിയ ഈ കാലത്ത് മരുതനായകം വീണ്ടും വരുമോ, അഥവാ വന്നാൽ അത് വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്